അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം
മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി ജീവിതത്തെ സമീപിക്കുന്നതിന് വളരെ വിശ്വാസപരമായ അല്ലെങ്കിൽ സുവിശേഷ വിഹിതമായ ഒരു അപ്രോച്ച്, സമീപനമുണ്ട്. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ചില കാര്യങ്ങൾ 100% ദൈവം തന്നെയായിരിക്കും ചെയ്യണത്. ഇപ്പം നമ്മുടെ മുമ്പിലുള്ളൊരു ഓപ്ഷൻ ഇത്രയേ ഉള്ളൂ, ദൈവം അത് ചെയ്യണം. ദൈവം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ചെയ്തു തരണം? ഞാൻ പണ്ടൊരു കഥാപുസ്തകം എഴുതിയിട്ടുണ്ട്, നിയ മിലാനിയുടെ നിഗൂഢ കമ്പങ്ങൾ. ഒരപ്പനും മകളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥയാണ്. അതിൽ കുറേ കഥകൾ വേറെയുണ്ട്. ആനിമൽസിനെയൊക്കെ വെച്ചൊരു കഥയുണ്ട്. അതിൻ്റെ അത് ഒരു തവളയെ ഒരു പാമ്പ് ഓടിച്ചെടുത്ത്, അത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു കെട്ടുകഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനെ അവതരിപ്പിക്കാൻ വേണ്ടി പ്രകൃതിയിൽ നടക്കുന്ന ചില സംഭവങ്ങളെ എൻ്റെ കൂട്ടിനെ എടുക്കും. അപ്പം അങ്ങനെ കഥ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഒരു തവള അവിടെ ഇരിക്കുന്ന ഒരു തോട്ടിലെ മരത്തടിയിൽ തവള ഇരിക്കണം. അപ്പോൾ ഒരു പാമ്പ് രാവിലെ വരികയും പാമ്പ് തവളയെ പിടിക്കാൻ പോകുമ്പോൾ ദൈവം തവളയോട് പറയും, എന്താണ് പറയണത്? ദേ പാമ്പ് എന്ന് പറയും. അപ്പം തന്നെ തവള 4 കാലേ വീണ് ഓടി 8 കാലേ ചാടും, രക്ഷപ്പെടും. അപ്പം പാമ്പ് ദയനീയമായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കും. പാമ്പ് ദൈവത്തോട് ചോദിക്കും, അവനെ സൃഷ്ടിച്ച കൈകൊണ്ടല്ലേ എന്നെ സൃഷ്ടിച്ചത്? എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ദൈവം കളഞ്ഞത്. എനിക്കപ്പോൾ വിശക്കണമല്ല, ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കും. അപ്പം ദൈവം പറയും, അവൻ പ്രാർത്ഥിക്കരുന്ന തവള. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ കേൾക്കേണ്ടി വരും. ഇനി പ്രാർത്ഥിക്കാത്ത ഏതെങ്കിലും തവള ഉണ്ടെങ്കിൽ നീ പിടിച്ചോളാൻ പറയും. അങ്ങനെ ദൈവം അത് കോംപ്രമൈസ് ചെയ്യണത് അങ്ങനെയാണ്. പ്രാർത്ഥിക്കാതെ ഏതെങ്കിലും തവള ഉണ്ടെങ്കിൽ പിടിച്ചു. അപ്പോഴേ വൈ ഷുഡ് വി പ്രേ എന്നുള്ളതിൻ്റെ ഉത്തരവാണത്. വൈ ഷുഡ് പ്രേ വെച്ചാൽ ദൈവത്തിന് നമ്മൾ സംരക്ഷിക്കേണ്ടി വരും. ദൈവ സംരക്ഷണം ലഭിക്കാൻ ഇപ്പം ഒരു പ്രാർത്ഥിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ബാധ്യതയുണ്ട് അവനെ സംരക്ഷിക്കാനുള്ള. അവർ ഓപ്ഷൻ വന്നാൽ എന്തു ചെയ്യും? അപ്പം ദൈവം എന്തു ചെയ്യും? പ്രാർത്ഥിക്കാത്ത ആൾക്കാർ അതിന് കൊടുക്കും. പ്രകൃതിയിലെ നിയമം അതാണ്. ചിലർ മുടിനാരയിടക്കൊക്കെ രക്ഷപ്പെട്ടെന്നൊക്കെ പറയണില്ലേ? അതുകൊണ്ട് വളരെ നിസ്സാരമല്ലേ. തവളയും പാമ്പും അല്ല, ശരിക്കും നമ്മുടെ രോഗങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന അടിപതർച്ചകളില്ലേ, അതൊക്കെ എങ്ങനെ വരണമാണ് ശരിക്കും പറഞ്ഞാൽ? ദൈവ സംരക്ഷണം നഷ്ടപ്പെടുമ്പോഴാണ് വരണത്. നിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങൾ പ്രേയർ ചെയ്യുന്നു എന്നുള്ളത് ആണ് ഏതാണ്ട് മഹാകാര്യം പോലെ എടുക്കണത്. പക്ഷേ പ്രേയർ ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഞാൻ അമ്പലപ്പുഴ പള്ളിയിൽ ഇരുന്നിട്ടുണ്ട് കുറേ നാൾ, 6 കൊല്ലം ഇരുന്ന്. എൻ്റെ ചവിട്ടനാട വിജ്ഞാനകോശമൊക്കെ അവിടെ ഇരുന്ന് എഴുതിയതാണ്. അപ്പോൾ അവിടെ വെച്ച് അന്ന് സുധാകരൻ മിനിസ്റ്ററായിരുന്നു, ഈ സിവിൽ സപ്ലൈസിൻ്റെ ആണെന്ന് തോന്നണേ. അതായത് എനിവേ അമ്പലപ്പുഴ MLA ആയത് കാരണം അദ്ദേഹം അമ്പലപ്പുഴ പാൽപ്പായസം ത്രിവേണി
സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി കൊടുക്കാൻ ഒരു ഏർപ്പാടുണ്ടാക്കി. ഒത്തിരി ഭക്തന്മാർക്ക് ഉള്ളിൽ സങ്കടം ഉണ്ടായിരുന്നു. കാര്യം ആൾക്കാർ ഈ പായസം മേടിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുപോലെ എന്താണ് നമ്മുടെ കൊക്കക്കോള മേടിക്കണ പോലെ അല്ല പായസം മേടിക്കുന്നത്. അതൊരു അനുഷ്ഠാന പ്രക്രിയയുടെ ഭാഗമായിട്ട് പ്രസാദം പോലെ പ്രാർത്ഥിച്ച് കൈപ്പറ്റുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഭയങ്കര പ്രയാസമായി. ചുമ്മാ വഴിയെ പോണ എന്തും മേടിച്ച് കഴിക്കണവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. പക്ഷെ അത് അപ്പം ഞാൻ പള്ളിയിലുണ്ട് അവിടെ. അപ്പോൾ ഈ ആൾക്കാരുടെ പ്രയാസങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചില സമയത്ത് ഓർക്കുകയെ അമ്പലപ്പുഴ പായസം ഒരുവിധം കൊള്ളാവുന്ന കവറിലാണ് കൊടുക്കണത്. പക്ഷെ അത് അതിനേക്കാളും ബെസ്റ്റായിട്ടുള്ള കവറിൽ കൊടുക്കേണ്ടതാണ്. കാര്യം അത് മാറ്റർ ഭയങ്കര പൗരാണികവും അത് ഒരു പ്രസാദത്തിൻ്റെ എല്ലാ പ്രസാദം കൊടുക്കുന്ന പോലെയൊക്കെ ആൾക്കാർക്ക് അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര അമൂല്യമാണ്. അപ്പോൾ അത് അവർക്ക് അതുപോലെ പ്രസൻറ്റ് ചെയ്യേണ്ടതാണത്. ഞാൻ നിങ്ങളോട് ചോദിക്കണേ, ഈ അമ്പലപ്പുഴ പാൽപ്പായസമേ കോളാമ്പി തന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പം കാര്യം മനസ്സിലായില്ല. ഞാൻ നിങ്ങൾ കോളാമ്പി കൊടുക്കുക, അത് ഞാൻ ആക്ഷേപിച്ച് സംസാരിക്കുകയല്ല. അമ്പലപ്പുഴ പായസം കോളാമ്പി തന്നാൽ എങ്ങനെ ഇരിക്കും? അതൊരു സ്വർണ്ണപ്പാത്രത്തിൽ തന്നാൽ എങ്ങനെ ഇരിക്കും? അതാണ് രണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി കോളാമ്പി പാർട്ടിയാണെങ്കിൽ എന്തു ചെയ്യും? പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഹൃദയം, അവരുടെ ഹൃദയം തുറന്ന ശവക്കുഴിയാണെന്ന് പറയത്തില്ലേ? ആ വചനം എടുത്തേ, റോമ 3:13. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. ദ്വയാർത്ഥ പ്രയോഗങ്ങള്, തെറികള്, തന്തക്കുവിളികള്, തോന്നിവാസങ്ങള്, തങ്ങളെ പിടിച്ചിടം ജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ മലിന വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താ ബൈബിൾ പറഞ്ഞത്? എന്താണ്? അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണെന്ന്. ഇപ്പം കയ്യിൽ ചതിപ്രയോഗമുണ്ട്, അതുപോലെ തന്നെ മലിനമസമായ ദ്വയാർത്ഥ പ്രയോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ തെറി പോലുള്ള തോന്നിവാസങ്ങൾ പറയുന്നവരാണെങ്കിൽ നിങ്ങൾ കോളാമ്പിയാണ് ശരിക്കും. അവിടെ ആ കോളാമ്പി കൊണ്ടുവന്ന് ദൈവത്തിന് പ്രാർത്ഥന കൊടുക്കുമ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം കോളാമ്പി കൊടുക്കുന്ന പോലെ ഇരിക്കും. പാൽപ്പായസം എന്ന് പറഞ്ഞാലും ദൈവം അത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും കേൾക്കണം പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഇപ്പം ഞാനൊക്കെ ചില സമയത്ത് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴേ ഞാൻ പ്ലേറ്റ് മണത്ത് നോക്കും. കാരണം ധൃതിക്ക് കഴുകണമല്ലേ. ചില സമയത്ത് ഫ്രഷ് സ്മെല്ലുണ്ടാകത്തില്ല. ഇപ്പം നല്ല ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചാൽ അവർ ആ ചൂടുവെള്ളത്തിലിട്ട് പ്ലേറ്റ് കൂടെ നമ്മുടെ മുമ്പ് വെക്കത്തുള്ളൂ. നമുക്ക് കോൺഫിഡൻസാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് വരുമ്പോൾ നമ്മളെന്ത് രണ്ടാമത് കഴുകും. അതിൻ്റെ അത് കണ്ടാമിനേഷൻ ഉണ്ടാകാതിരിക്കാനും ബാക്ടീരിയ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ കഴുകണം. അല്ലാതെ ഇതുപോലെയാണ് നമ്മുടെ പ്രാർത്ഥനയിലും ബാക്ടീരിയ ഉണ്ടാകരുത്. പ്രാർത്ഥനയിൽ ബാക്ടീരിയ, പക്ഷേ ഈ ആൾക്കാരുടെ ഒരു കുഴപ്പം വെച്ചാൽ പകുതി മുക്കാൽ ആൾക്കാരുടെയും പ്രാർത്ഥനയിൽ ബാക്ടീരിയ ഉണ്ട്. അത് ബൈബിൾ പറയണത് തുറന്ന ശവക്കുഴി എന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ അപ്പുറത്ത് വല്ലതും പറയാനുണ്ട്. അപ്പോൾ വളരെ അത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ വചനം? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ പ്രാർത്ഥനകൾ നല്ല പൊന്നിൻ്റെ താലത്തിൽ വെച്ച് ദൈവത്തിന് കൊടുക്കാൻ കഴിയണം. എന്നാൽ പിന്നെ പ്രാർത്ഥനയ്ക്ക് ഗ്യാരണ്ടിയായി. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ നിവർത്തിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പേര് സിബി ഷിജോ. ഞാൻ കൊല്ലം കേരളപുരം മേരറാണി ദേവാലയത്തിൽ നിന്ന് വരുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും എന്നെ ഇവിടെ സാക്ഷിയാക്കി നിർത്തിയതിന് കോടാനുകൂടി നന്ദിയുടെ നറുമലറുകൾ ഞാൻ ഈ സമയം അർപ്പിക്കുന്നു. ഫസ്റ്റ് ഞാൻ 16/2024 ജൂലൈ മാസത്തിലാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ജോലിയുടെ ആവശ്യത്തിന് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാൻ മാതാവിനോട് വെച്ച നിയോഗം അന്നെനിക്ക് സാധിച്ചു തരികയും ഞാനിവിടെ സാക്ഷ്യം പറയുകയും ചെയ്തു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഇന്ന് ഞാൻ എനിക്ക് ജോലി തന്ന ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാനൊരു 2025 വരെ ഉടമ്പടി പുതുക്കി പോയെങ്കിലും ഒരിക്കലും എൻ്റെ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ മാതാവിനോട് ചോദിച്ചിട്ടില്ലായിരുന്നു.
പക്ഷേ എനിക്ക് ജോലിയില്ലാത്തത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ചോദ്യചിഹ്നമായിട്ടും മറ്റുള്ളവർ എന്നോട് അതിനെപ്പറ്റി എപ്പോഴും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ആദ്യമൊക്കെ എനിക്കത്ര വലിയ വേദന തോന്നിയില്ലെങ്കിൽ പോലും പിന്നീട് ഭയങ്കര വേദനയായി. ഞാൻ മാതാവിനോട് 2025 നവംബർ 11 ഉടമ്പടി പുതുക്കിയപ്പം ഒരു നിയോഗം, മാതാവിൻ്റെ മുന്നിൽ ഞാനൊരു നിയോഗം പോലെ മാത്രമേ ഞാൻ അന്നത് വെച്ചുള്ളൂ. എനിക്ക് വിദേശത്ത് പോകണം, എവിടെ പോകണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ ആരെ ഒന്നും ഞാൻ അതിനകത്ത് വെച്ചില്ല. എനിക്ക് വിദേശത്ത് പോകണം, എല്ലാം അമ്മ തന്നെ ഒരുക്കി തരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. 2025 നവംബർ 11 ഞാൻ ഉടമ്പടി പുതുക്കി ഇവിടുന്ന് പോയി. ഏകദേശം ഒരു ഡിസംബർ പകുതിയോടുകൂടി എനിക്ക് അമ്മ എല്ലാത്തിനും തുടക്കം കുറിക്കുകയായിരുന്നു. മാതാവ് വഴി ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആദ്യം ആഗ്രഹിച്ച് ഇസ്രയേലിൽ പോകാൻ വേണ്ടിയായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ മാതാവിൻ്റെ മുന്നിൽ ബൈബിളിനകത്ത് നറുക്കിട്ട് ചോദിച്ചു, ഇറ്റലി, ഇസ്രയേൽ അല്ലെങ്കിൽ ദുബായ്. മാതാവ് എനിക്ക് ആവർത്തിച്ച് കാണിച്ചു തന്നത് ഇറ്റലി ആയിരുന്നു. പക്ഷേ ആദ്യമൊക്കെ ഞാൻ നിഷേധിച്ചു, എനിക്ക് വേണ്ട, എനിക്ക് ഇസ്രയേലിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും അതിൻ്റെ പ്രൊസീജിയറിന് വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ മാതാവിനോട് ഒരു ഏജൻറ്റിനെ കാണിച്ചു തരാൻ ഞാൻ ആവശ്യപ്പെടുന്നത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ കാര്യവും നല്ലതുപോലെ നടത്തി തരുന്ന നല്ലൊരു ഏജൻറ്റിനെ എൻ്റെ ഒരു ബ്രദർ കസിൻ വഴി എനിക്ക് കാണിച്ചു തന്നു. ആ ആൻറ്റി പ്രാർത്ഥനയിലുള്ളൊരു, ഇവിടെ ഉടമ്പടി എടുത്തൊരു ആൻറ്റിയാണെന്ന് ഞാൻ പിന്നാണ് അറിയുന്നത്. ഉടമ്പടി എടുത്ത പ്രാർത്ഥന ജീവിതത്തിൽ നയിക്കുന്ന ഒരു ആൻറ്റിയാണെന്ന് ഞാൻ പിന്നാണ് അറിഞ്ഞത്. ആൻറ്റി എനിക്ക് ഒരു ജനുവരി ആയപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം പ്രിപ്പറേഷൻ ചെയ്യണം, നമുക്ക് നിനക്ക് എവിടെ പോകണമെന്ന് വീണ്ടും എന്നോട് ചോദിച്ചു. അന്നേരം ഞാൻ വീണ്ടും ഇസ്രയേൽ വെച്ചു. അന്നേരം ഡോക്യുമെൻ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞു, ഇസ്രയേലിലേക്ക് സബ്മിറ്റ് ചെയ്യാനിരിക്കെ പെട്ടെന്ന് യുദ്ധം ഉണ്ടായപ്പം ആൻറ്റി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇസ്രയേലിൽ പോവണ്ട. എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇസ്രയേലിൽ നീ പോവണ്ട, നീ ഇറ്റലിയിൽ പോയാൽ മതി, ഇറ്റലിയിൽ പോയാൽ നിനക്ക് നിൻ്റെ ഫാമിലിയെയും കൊണ്ടുപോകാം വരും കാലങ്ങളിൽ, നീ ഇറ്റലിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. നേരം ഞാൻ ഹസ്ബൻഡിനോടും അമ്മയോടും എല്ലാവരോടും മാതാപിതാക്കളോടെല്ലാം അനുവാദം മേടിച്ചും ഫസ്റ്റ് മാതാവിനോടും ചോദിച്ചു, ഇത് നിൻ്റെ ഹിതമാണെങ്കിൽ ഇതിൻ്റെ എല്ലാ പൂർത്തീകരണം അമ്മ തന്നെ നടത്തി തരാൻ പറഞ്ഞ് ഞാൻ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ മാർച്ച് ആദ്യത്തോടു കൂടി ഡോക്യുമെൻ്റ് എല്ലാം VFCയിൽ സബ്മിറ്റ് ചെയ്ത് എനിക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോയി. ഒരു മാർച്ച് 23 അപ്പോയിൻമെൻറ്റിൻ്റെ ഒന്നും ഞാൻ അറിഞ്ഞില്ല. അന്നേരം ഞാനിങ്ങനെ രാവിലെ ഭയങ്കരമായിട്ട് ഒരു യാത്രയിൽ ഞാൻ ജപമാല ചൊല്ലി ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മാതാവിനോട് ചോദിച്ചു, ഇത്രയും ദിവസമായിട്ട് അപ്പോയിൻമെൻറ്റിൻ്റെ ഡേറ്റ് എനിക്ക് എന്താ നീ തരാത്തതെന്ന് ചോദിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു 12 മണിയോടുകൂടി ആ ദിവസം തന്നെ എനിക്ക് മാതാവ് ഉത്തരം തന്നു. മാർച്ച് ആൻറ്റി എന്നെ വിളിക്കുന്നു, മാർച്ച് 26 നിനക്ക് അപ്പോയിൻമെൻറ്റ് വന്നിട്ടുണ്ട്, നാളെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാൾ നീ ഇവിടുന്ന് പോകണം, മുംബൈയിലാണ് VFC ഇൻ്റർവ്യൂ വിസ സബ്മിഷൻ പാസ്പോർട്ട് സബ്മിഷനും കാര്യങ്ങളും എന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ ഷോക്കായിരുന്നു. എല്ലാം പെട്ടെന്നാണ് സംഭവിച്ചത്. ഞാൻ ചോദിച്ചതും എനിക്ക് ഉത്തരം തന്നതും നിമിഷങ്ങൾക്കാവുകയാണ്. ഞാൻ ആദ്യമൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതിരുന്ന് കരഞ്ഞ്. എന്നിട്ട് ഞാൻ മാതാവിനോട് ചോദിച്ചു, എനിക്കിതിന് യോഗ്യതയുണ്ടോ, ഞാൻ ചോദിക്കുമ്പോൾ നീ ഇത്രയും പെട്ടെന്ന് എനിക്ക് ഉത്തരം തന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് ചോദിച്ച് ഞാൻ കരയുകയാണ്. ബസ്സിൽ ഞാൻ യാത്ര ചെയ്യുകയാണ് ആ സമയത്ത്. അന്നേരവും ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ 26-ാം തീയതി മുംബൈയിലെത്തി. മുംബൈയിൽ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ രാവിലത്തെ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെത് കൂടിയിട്ടാണ് ഞാൻ പോകുന്നത്. 7:30 എനിക്ക് അവിടെ നിൽക്കണം. ഞാൻ കയറുന്നതിന് മുന്നേ മാതാവിൻ്റെ എണ്ണ, ഞാൻ യാത്രകളിലെ ഉടനീളം ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ്രൂപമുള്ള ജപമാല ഉണ്ടാകും, എൻ്റെ നെറ്റിയിൽ എണ്ണയുണ്ടാകും. ഞാൻ പൊട്ട് ഉപയോഗിക്കാറില്ല. ഏകദേശം ഒരു 3 വർഷമായി ഞാൻ പൊട്ട് ഉപേക്ഷിച്ചിട്ട്. അതിന് മുന്നേ വരെയൊക്കെ ഞാൻ പൊട്ട് വയ്ക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ ആലോചിക്കുന്നത് എൻ്റെ അമ്മയുടെ തൈലം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ എനിക്ക് പൊട്ടിൻ്റെ ആവശ്യമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ ഈ യാത്രയിൽ എവിടെ പോയാലും അടുത്ത് ഉള്ള സ്ഥലങ്ങളിൽ പോയാൽ പോലും ഞാൻ ഉടമ്പടി തൈലം ഇടാതെ ഇറങ്ങി പോവാറില്ല. അങ്ങനെ ഞാൻ VFCയിൽ കയറുന്നതിന് മുന്നേ സൈഡിൽ ഒരു ചെടിയുണ്ട്, ആരും ചവിട്ടാത്തടുത്ത് ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ കഴിക്കുകയും ചെയ്തു. എൻ്റെ അകത്ത് കയറി ഞാൻ ഒരുപാട് ടെൻഷനോടാണ് ഇൻ്റർവ്യൂവിന് കയറിയതെങ്കിൽ പോലും ഞാൻ ടെൻഷൻ അടിച്ചതിൻ്റെ ഒരു 0% പോലും എനിക്ക് അവിടെ യാതൊരു പ്രശ്നങ്ങളും എനിക്ക് നേരിടേണ്ടി വന്നില്ല.
അവിടെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനിരുന്ന ആൾ പോലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ചിരിച്ച് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ജസ്റ്റ് 2-3 ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഓക്കെ പോയിക്കോ, വിസ അടിച്ച് പാസ്പോർട്ട് വരുമെന്ന് മാത്രം പറഞ്ഞു. ഞാനങ്ങനെ വീട്ടിൽ വന്ന് മാതാവിനോട് എല്ലാവരോടും വിളിച്ച് ഇൻ്റർവ്യൂ പാസ്സായതിനും മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞ് ഇങ്ങനെ നിന്ന്. അങ്ങനെ മെയ് 12 ആയപ്പം ഞാനിവിടെ വന്ന് വീണ്ടും 6ാമത്തെ ഉടമ്പടി പുതുക്കി. 6ാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അവിടുന്ന് ആ ആൻറ്റി പറഞ്ഞത് 60 ദിവസമാകും എങ്കിലും ആകും വിസ വരാനാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 60 ദിവസമാകുന്നത് മെയ് 27-നാണ്. അമ്മ എനിക്ക് അതിനുള്ള മെയ് 27-നാണ് അമ്മ എനിക്ക് വിസ അടിച്ച് നൽകണമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് നിയോഗം എല്ലാം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങി കുമ്പസാരിച്ചതിന് ശേഷം ഞാൻ വന്ന് വണക്കമാസത്തിന് എഴുതിച്ച്. വണക്കമാസത്തിന് ഞാൻ എഴുതിയ ഡേറ്റ് 27-ആണ്. പക്ഷേ എനിക്ക് ഇവിടുന്ന് അവിടെ ഇരുന്ന ആൻറ്റി എനിക്കിട്ട് ആൻറ്റി അല്ല അത് മാതാവാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. എനിക്ക് 14 ഡേറ്റ് ഇട്ട് എന്നെ വിട്ടു. ഞാൻ വീട്ടിൽ ചെന്ന് രസീത് നോക്കിയപ്പം 14. ഞാൻ ആലോചിക്കുക, ഞാൻ ഇട്ട ഡേറ്റ് അല്ലല്ലോ ഈ വന്നേന്ന്. അന്നേരം ഞാനിങ്ങനെ അന്ന് പിറ്റേന്ന് രാവിലെ 13-ാം തീയതി രാവിലെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറയുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നത് എൻ്റെ കാര്യം എന്താ അച്ഛൻ ഇങ്ങനെ പറയാത്തതെന്ന് ഞാൻ ചിന്തിച്ച് തീരും മുന്നേ അച്ഛൻ പറഞ്ഞ്, അങ്ങനെ ചിന്തിക്കുന്നവരുടെ ഉത്തരവായിട്ട് 7 ദിവസത്തിനകം അതിനുള്ള ഉത്തരം കിട്ടിയിരിക്കുമെന്ന്. പക്ഷേ 7 ദിവസമൊന്നും എടുത്തില്ല. മെയ് 14 ഉച്ച കഴിഞ്ഞ് ഒരു 4 മണിയാകുന്ന സമയത്ത് എൻ്റെ ഏജൻറ്റ് എന്നെ വിളിച്ചിട്ട് ആൻറ്റി എന്നോട് പറയുന്നു, നീ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടവളാണ്, ഈശോയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുഞ്ഞാണ് നീ. അല്ലെങ്കിൽ ഇങ്ങനൊരു അത്ഭുതം ഒരിക്കലും നടക്കത്തില്ല. കാരണം നിനക്ക് മുന്നേ വിസ വെച്ച ഒരാട പോലും പാസ്പോർട്ടിൽ വിസ അടിച്ച് ഇതുവരെ വന്നിട്ടില്ല. ഫസ്റ്റ് നിൻ്റെതാണ് വന്നിരിക്കുന്നത്. കറക്റ്റ് 45 ദിവസം തികഞ്ഞ ദിവസം എൻ്റേത് വന്ന് 60 ദിവസമാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് മാതാവ് കറക്റ്റ് 45 ദിവസം തികഞ്ഞത് 13-ാം തീയതി 14-ാം തീയതി വിസ അടിച്ച് വന്ന് 14-ാം തീയതി ഞാൻ അറിയുന്നത് എൻ്റെ പാസ്പോർട്ടിൽ വിസ അടിച്ചെന്ന്. എങ്ങനെ ഞാൻ കരയണോ മാതാവിൻ്റെ അടുത്ത് എന്തോ പറയണമെന്ന് പോലും അറിയാതെ ഞാനിങ്ങനെ ഈശോയെയും മാതാവിനെയും നോക്കി നിൽക്കുക. ഇതിനുള്ള യോഗ്യത എനിക്കില്ലെന്നറിയാം. കാരണം ഞാൻ പ്രത്യേകിച്ച് ഒരു ട്രേഡും പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ വെച്ചതൊന്നും അതിൻ്റെതായ ഒരു ഇതിലല്ല. വിദേശത്ത് പോകണമെന്ന് മാത്രമേ ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടുള്ളൂ. മാതാവ് എനിക്ക് മെയ് 14-ന് എൻ്റെ പാസ്പോർട്ടിൽ വിസ അടിച്ച് തന്ന്. ഞാൻ ഇവിടുന്ന് അതിനുശേഷം ഞാൻ ജൂൺ 3-ാം തീയതി ഇവിടെ വന്ന് പത്രം എല്ലാം മേടിച്ച് ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ വണ്ടി ഇരുന്ന് ജപമാല പഠിക്കുകയായിരുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ എനിക്ക് എന്നാ പോകാൻ പറ്റുന്നേ? ഇപ്പം തന്നെ 1 മാസം ആവാറായി വിസ അടിച്ചിട്ട്. ആകെ 3 മാസം, ഓഗസ്റ്റ് 8 വരെ സമയമുള്ളൂ. എനിക്ക് എന്നാ പോകാൻ പറ്റുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ട് ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. കായംകുളം എത്തിയപ്പം ഞാൻ ആകാശത്തോട്ട് ഇങ്ങനെ നോക്കിയപ്പം ആദ്യം 7 എന്നൊരു സംഖ്യ തെളിഞ്ഞു വന്ന്. കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും 23 എന്ന സംഖ്യ തെളിഞ്ഞു വന്ന്. ഞാൻ മാതാവിനോട് ചോദിച്ചു, ഇതെന്താണ് മാതാവ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എൻ്റെ കൂടെ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയെ വിളിച്ച് കാണിച്ചു. ചേച്ചിയും പറഞ്ഞു, ശരിയാ അത് 7:23 ആണെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് പത്രം മേടിച്ച് മാതാവിനോട് ഒത്തിരി നേരം ഇവിടുന്ന് ജപമാലയൊക്കെ ചൊല്ലി ഞാൻ വീട്ടിൽ പോയി. ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു പോയി. ഞാൻ 7-ാം തീയതി ഈ 7 കണ്ടപ്പോൾ ഞാൻ കരുതി ഇനി 7-ാം തീയതിയോ അല്ലെങ്കിൽ 17-ാം തീയതിയൊക്കെ എന്തെങ്കിലും അത്ഭുതം നടക്കാനായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചത്. പക്ഷേ അല്ലായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഞാൻ പാസ്പോർട്ട് തുറന്ന് ഞാൻ നോക്കിയപ്പം അമ്മ തന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് 7-ാമത്തെ പേജിൽ എനിക്ക് വിസ അടിച്ചു തന്നു. അതിനെ എങ്ങനെ നന്ദി പറഞ്ഞാൽ തീരുമെന്ന് എനിക്കറിയത്തില്ല. നന്ദി പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അത് കഴിഞ്ഞ് ഞാൻ 23 ചോദിച്ചതിന് എന്താണെന്ന് ചോദിച്ചതിനുള്ള ഉത്തരവാണ് ഞാൻ 23-ാം തീയതി ഇവിടുന്ന് പോവുകയാണ് ഇറ്റലിക്ക്. അത് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എനിക്ക് ഈ വിസയും പിടിച്ച് ഇവിടെ നിൽക്കാൻ യോഗ്യത ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് അമ്മ തന്ന അനുഗ്രഹമാണ്. എനിക്ക് വിദേശത്ത് പോകണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അമ്മയോട്. എവിടെ പോകണമെന്നും ഞാൻ ചോദിച്ചില്ല, എങ്ങോട്ട് പോകണമെന്നും ഞാൻ ചോദിച്ചില്ല. എല്ലാം അമ്മ തന്നെ എനിക്ക് 6 മാസം, എനിക്ക് തോന്നുന്നു 6 മാസം ആയില്ല അമ്മ എൻ്റെ കയ്യിൽ ഈ പാസ്പോർട്ടിൽ വിസ അടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇന്ന് ഈ ആൾക്കാരെ സാക്ഷ്യം പറയാൻ അത്
ഈ തിരിക്കകത്ത് 9 കാണിച്ചപ്പോൾ ഞാൻ ആലോചിച്ചത് എന്തോ 9 കാണിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച്. ഇന്ന് 19 ഡേറ്റ്. ഇന്ന് സാക്ഷ്യം പറയാനാ മാതാവ് എന്നെ അനുഗ്രഹിച്ചത്. ഇതുകൂടാതെ എനിക്ക് എനിക്ക് വിസ തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ ഈ സമയം അർപ്പിക്കുന്നു. ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിലെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ മാതാവ് ജപമാല പഠിക്കുന്ന സമയത്തായാലും എനിക്ക് സുഗന്ധാഭിഷേകം തന്ന്. ഇപ്പം ഞാൻ ആരാധന നടത്തി മേളിൽ പോയി ബൈബിൾ വായിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഭയങ്കര സുഗന്ധാഭിഷേകം. ഞാൻ അവിടെ നോക്കുക, ഈ മുല്ലപ്പൂ എവിടെ കിടക്കുന്നത്, എനിക്ക് ഇത്രയും മണം ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അവിടെ ഒരു മുല്ലപ്പൂ പോലും ഞാൻ കണ്ടില്ല. പക്ഷേ എനിക്ക് നല്ല ഭയങ്കര മണം, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, നല്ല മണം എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഈ സാക്ഷി എഴുതുന്ന സമയത്തെല്ലാം മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഇന്ന് വരുന്ന വഴിക്ക് ഞാൻ മാതാവിനോട് എപ്പോഴും കണ്ണടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തോട് ഞാൻ മാതാവിനോട് ചോദിക്കും, നീ കൃപാസനത്തിലുള്ള ഈ രൂപക്കുട്ടി ഇരിക്കുന്ന കണക്ക് സങ്കല്പിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ കണ്ണടയ്ക്കുമ്പം പക്ഷേ ഇവിടെ കാണത്തില്ല. അത് ഞാൻ മാതാവിനോട് ചോദിക്കും, നീ കൃപാസനത്തിലില്ലേ, നീ ഇതെവിടെ ഇപ്പോഴും യാത്ര ചെയ്യുന്നതെന്ന് ഞാൻ എപ്പോഴും ചോദിക്കും മാതാവിനോട്. അന്നേരം ഇന്ന് ഞാനിങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥന പഠിച്ചൊന്ന് മയങ്ങിപ്പോയപ്പം പെട്ടെന്ന് രൂപക്കുട്ടി മാതാവുണ്ട്. മാതാവിൻ്റെ കൂടെ മാതാവിൻ്റെ അതേ കളറിൽ ഈശോയും ഉണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പെട്ടെന്ന് ഞെട്ടിയിട്ട് ഞാൻ വിചാരിച്ച് എനിക്ക് തോന്നിയതായിരിക്കും എന്ന് കരുതി ഞാൻ വീണ്ടും കണ്ണടച്ചിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് തോന്നിയതാണോ എന്ന് വെച്ചപ്പം വീണ്ടും എനിക്ക് അങ്ങനെ തന്നെ കാണിച്ചു തന്നു മാതാവ്. അന്നേരം എനിക്ക് മനസ്സിലായി ഇപ്പോഴും ഈ യാത്രയിലുടനീളം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ രോഗസൗഖ്യമായിട്ട് എനിക്ക് ഈ വലത്തെ താടിയെല്ലിന് തേയ്മാനം ഉണ്ടായിരുന്നു. എനിക്ക് ഈ കട്ടിയുള്ള ഒരു സാധനങ്ങളും കടിക്കാൻ പറ്റത്തില്ലായിരുന്നു. അത് കടിച്ച ഉടനെ ആ ഭാഗം മൊത്തം നീര് കെട്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്, കിടക്കാൻ പറ്റത്തില്ല, വേദന. പക്ഷേ ഏകദേശം ഒരു 2 മാസത്തോളം ആകുന്ന മേളിലായി, 2-3 മാസം എന്ന് പറയാം, അത്രയായി. എനിക്ക് ഇപ്പം യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല, എന്ത് കഴിച്ചാലും എനിക്ക് വേദനയില്ല. അതുപോലെ തന്നെ എനിക്ക് എല്ലാ മാസവും എനിക്ക് കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതും ഇതുപോലെ ഒരു 3 മാസമായിട്ട് എനിക്ക് ഒരു ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. കഫക്കെട്ടിൻ്റെ പ്രശ്നം ഇപ്പോൾ എനിക്ക് വരാറില്ല. അലർജിയുടെ അസുഖം എനിക്ക് എൻ്റെ മാതാവ് അതും എനിക്ക് മാറ്റി തന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പത്രം മേടിച്ച് ക്രൈസ്തവർക്കല്ല, കൂടുതലും ഞാൻ അക്രൈസ്തവർക്ക് തന്നെയാണ് ഞാൻ നടന്നുപോയി എല്ലായിടത്തും കൊടുക്കും. ഞാൻ പള്ളികളിൽ അധികം കൊടുക്കാറില്ല. കൊടുക്കുമെങ്കിൽ പോലും അധികം അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും പത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഞാനും കൂടെ എന്തിനാണ് നിന്ന് കൊടുക്കുന്നത്, ഞാനിനി എൻ്റെ സ്ഥലത്ത് അക്രൈസ്തവരായ ആൾക്കാർക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് എനിക്ക് എവിടം വരെ പത്രമായിട്ട് പോകാൻ പറ്റുന്നോ അത്രയും സ്ഥലത്ത് പോയി ഞാൻ പത്രം കൊടുക്കാറുണ്ട്. എന്നോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥന എപ്പോഴും മാതാവിനോട് നിയോഗം വെച്ച് സമർപ്പിച്ച് രാവിലത്തെ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ജോലിയില്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ സാലറിയിൽ നിന്നായാലും എന്നാൽ കഴിയുന്ന ഒരു തുച്ഛമായ തുകയായാലും ഞാനത് എത്തേണ്ട കാര്യങ്ങളിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതിനിതുവരെ എനിക്കൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഞാൻ 100 കൊടുക്കുമ്പോൾ മാതാവ് എനിക്ക് തിരിച്ച് 1000 എൻ്റെ കൈ വെച്ച് തരുന്ന ഒരവസ്ഥ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതിന് കാരണം ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ഈ ജപമാല കൂടെ കൊണ്ട് ഞാൻ പേഴ്സിൽ കാണും. എൻ്റെ പേഴ്സിൽ 1 രൂപ പോലും കുറഞ്ഞ് എൻ്റെ കയ്യിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എപ്പോഴും പൈസ നിറച്ച് എൻ്റെ പേഴ്സിൽ കാണും. ഞാൻ ആർക്ക് കൊടുക്കാനായാലും എൻ്റെ കയ്യിലുണ്ടോ എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. എനിക്ക് നാളെ ഇത് എന്താണ് ആവശ്യമെന്ന് പോലും ഞാൻ ചിന്തിക്കാറില്ല. ദൈവത്തിന് അത് ഞാൻ ആർക്കായാലും അർഹതപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ എത്തിക്കാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ദൈവകുമാരനും കോടാനുകോടി നന്ദിയുടെ നറുമലറുകൾ അമ്മയുടെ തിരുക്കുമാരൻ്റെ പാദാന്തിക്കത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇതുപോലെ സാക്ഷ്യം പറയാൻ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 5-ാം തിരുവചനം. ഇസ്രായേലിന് ഞാൻ തുഷാരബിന്ദു പോലെ ആയിരിക്കും, ലില്ലി പോലെ അവൻ പുഷ്പിക്കും, ഇലവു പോലെ അവൻ വേരുറപ്പിക്കും, അവൻ്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും, അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. സിബി എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്ന് മരിയൻ ഉടമ്പടിയുടെ എല്ലാ കണ്ടൻറ്റും വിളങ്ങി നിൽക്കുന്ന ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മകൾ ഒന്നേ ആഗ്രഹിച്ചുള്ളൂ, വിദേശത്ത് എവിടെയെങ്കിലും എനിക്ക് ജോലിക്ക് പോകണം, എനിക്കതിനുള്ള യോഗ്യതയില്ല.
അങ്ങനെ അയോഗ്യതകളിൽ തുടങ്ങി ഈശോ തന്നെ പറയുന്നത് പോലെ അമർത്തി കുലുക്കി നിറച്ചളന്ന് മടിയിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്ന എല്ലാ മരിയൻ കണ്ടന്റുള്ള എലമെൻ്റുള്ള ഒരു സാക്ഷ്യമാണിത്. മകൾക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ 6 മാസത്തിൻ്റെ ഉള്ളിലാണ് ഇന്ന് വിസ കയ്യിൽ കെട്ടി മകൾ ഇറ്റലിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. സിബിയുടെ ഈ ജീവിതത്തിൽ വളരെയധികം ഇടപെട്ടുകൊണ്ട് എല്ലാ സൈൻസ് സിമ്പിൾസ് എല്ലാം അമ്മ കാണിച്ചു കൊടുത്ത് ഡേറ്റ്, സമയം, അങ്ങനെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ശാരീരിക അസ്വസ്ഥതകളിലെ സൗഖ്യങ്ങൾ എല്ലാം ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ കമ്മ്യൂണിക്കേഷനിലൂടെ നിനക്ക് സാധിക്കാവുന്ന, നിനക്ക് എന്ത് വേണം, നീ ആഗ്രഹിച്ചത് ഇസ്രായേലാണെങ്കിലും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഏജൻറ്റ് തന്നെ ഈ മകൾക്ക് ഇറ്റലിയിലേക്ക് കൊണ്ടുപോവുകയും സമയാസമയങ്ങളിൽ സുഗന്ധാഭിഷേകത്തിലൂടെയും സമയച്ചുരുക്കത്തിലൂടെയും എല്ലാം ഈ മകൾക്കുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ക്രമീകരിച്ചു കൊടുത്ത് ഈശോയെ അത്യധികം സ്നേഹിക്കുവാനും ഇനി അതുപോലെ തന്നെ തുടർന്നുള്ള ജീവിതത്തിലും എപ്പോഴും ഈശോയോട് കൂടെയായിരിക്കുവാനും നിത്യതയോളം ഈശോയെ കൂട്ടുപിടിച്ച് ജീവിക്കുവാനുള്ള വലിയ കൃപ നൽകിയതിന് സിബിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം ഈ സമാനമായ ജീവിത പ്രതിസന്ധികളിലൂടെ തകർന്ന് ജീവിക്കുന്ന എല്ലാ മക്കളുടെയും അനുഭവങ്ങളെയും പ്രാർത്ഥനകളെയും സിബിയുടെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക്